ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, വരുന്ന ഞായറാഴ്ച 24-ാം തീയതി നാം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും വളരെ സ്നേഹത്തോടെ പന്തക്കുസ്ത തിരുനാളിൻ്റെ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു. ഡിസംബർ 25-ാം തീയതി നമ്മൾ കർത്താവിൻ്റെ ജനനത്തിൻ്റെ തിരുനാൾ കൊണ്ടാടാറുണ്ട്. ഒരുപാട് സന്തോഷമുള്ളൊരു സന്ദർഭമാണത്. എന്നാൽ കർത്താവിൻ്റെ സഭയുടെ ജനനത്തിരുനാളാണ് പന്തക്കുസ്ത. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത കർത്താവിൻ്റെ സഭ ഈ ലോകത്തിലെ ക്രിസ്തുവിൻ്റെ തന്നെ അടയാളമാണ്. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ചിതറിക്കപ്പെട്ട ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ മനുഷ്യൻ്റെ അഹന്തയും സ്വാർത്ഥതയും തിന്മയായി വളർന്നിട്ട് മനുഷ്യനെ കൊണ്ട് പൊറുതി മുട്ടിയ ദൈവം മനുഷ്യനെ ചിതറിച്ചു. ബാബേൽ ഗോപുരം. അന്ന് വരെ ഒരു ഭാഷ സംസാരിച്ചിരുന്ന മനുഷ്യരെ പല ഭാഷകൾ സംസാരിച്ചു. ഒരു ദൈവജനമായിരുന്ന മനുഷ്യരെ പല വിഭാഗങ്ങളും പല ജാതികളുമായിട്ട് വേർതിരിക്കപ്പെട്ടു. പന്തക്കുസ്തായിലെ നടപടിയുടെ പുസ്തകത്തിൽ നമുക്ക് നൽകുന്ന വിവരണമനുസരിച്ച് 2-ാമത്തെ അധ്യായം 9 തുടങ്ങി 11 വരെയുള്ള വചനങ്ങൾ, പല ഭാഷകൾ സംസാരിച്ചവരെ അപ്പോസ്തലന്മാരുടെ പ്രസംഗം അവരവരുടെ ഭാഷകളിലെ അവർ കേട്ടു. വീണ്ടും ചിതറിക്കപ്പെട്ട ജനങ്ങൾ കർത്താവിലെ ഒരുമിച്ച് കൂട്ടപ്പെട്ട അത്ഭുതമാണ് പന്തക്കുസ്ത തിരുനാൾ. പന്തക്കുസ്ത തിരുനാളിനെ കുറിച്ച് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാർപ്പാപ്പ പറയുകയാണ്, പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഇറ്റ് ഷാൽ ബി എ നെവർ എൻഡിങ് റിയാലിറ്റി. എന്തോ അവസാനിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമല്ല പന്തക്കുസ്ത. ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിൻ്റെ വലിയ അനുഭവമാണ് പന്തക്കുസ്ത. പന്തക്കുസ്തായിലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമുക്ക് ലഭിക്കുന്നത് 2 വിധത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൂടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-23 വചനങ്ങളിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയ മയിൽക്കുറ്റികളാണ്. ജ്ഞാനം, വിവേകം, ആലോചന, ധൈര്യം, അറിവ്, ഭക്തി, ദൈവഭയം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ വെളിച്ചത്തിൻ്റെ വിളക്കുമരങ്ങളാണ് ഈ സപ്തദാനങ്ങൾ. ജ്ഞാനം എത്രയോ മനോഹരമാണിത്. സോളമനാണ് ജ്ഞാനത്തിലെ ഏറ്റവും വലിയ മാതൃക. എന്നാൽ സോളമനേക്കാൾ കൂടുതൽ ജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മൾക്ക് നൽകുന്നു. പലപ്പോഴും അറിവുള്ളവർക്ക് തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
വിവേകമെന്ന ദാനം തിരിച്ചറിവിൻ്റെ വലിയ കൃപയാണ്. ആലോചന, കൗൺസിൽ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നടത്തുന്ന ആലോചനയുണ്ടല്ലോ, ഇറ്റ്സ് എ കൺസൾട്ടേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴാണ് ആ തീരുമാനം വിവേകപൂർണമാകുന്നത്. എടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള ചങ്കൂറ്റത്തെയാണ് ധൈര്യമായിട്ട് വിളിക്കുന്നത്. നമുക്ക് ധൈര്യം ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും ഭീരുക്കളാകാറുണ്ട്. ഇല്ല, അപ്പസ്തോലന്മാർ കതകടച്ച് ഒളിച്ചു പാർത്തവരാണ്. പന്തക്കുസ്തായ്ക്ക് ശേഷം ഒരു കതക് തുറന്ന് ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടെ പുറത്തു വന്ന് പ്രസംഗിച്ചു. അവിടെയാണ് ക്രിസ്തുവിന്റെ സഭയുടെ പ്രഘാടനം നടക്കുന്നത്. അറിവ്, നോളജ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണ്. അറിവിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, ഭക്തി, ദൈവഭയം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാനങ്ങൾ സ്വീകരിക്കുന്നത് കുറെ കൂടെ പൂർണ്ണമാകുന്നത് ഫലങ്ങളിലാണ്. ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ താളക്രമമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, വിനയം, ആത്മസംയമനം. ഞാൻ ചിലപ്പോഴൊക്കെ മാതാപിതാക്കളും മക്കളെ കൊണ്ടുവന്നിട്ട് പറയാറുണ്ട്, പിതാവേ, ഞങ്ങൾ എന്തുമാത്രം അവനെ സ്നേഹിക്കുന്നു, പക്ഷെ അവന് പറയുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാ. ഇവനൊരു സന്തോഷമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ എത്ര വലുതാണ്. കാരുണ്യമില്ലാത്ത മനുഷ്യര്, നന്മയില്ലാത്ത മനുഷ്യര്, ഒട്ടും വിശ്വസ്തത പുലർത്താത്ത മനുഷ്യര്, വിനയമില്ലാത്ത മനുഷ്യർ എത്രയോ ആണ്. പ്രൈഡ് ഗോസ് ബിഫോർ എനി ഫോൾ. അതുപോലെ തന്നെ ആത്മസംയമനം, സ്വയം നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ നിറവ് ഈ പന്തക്കുസ്തായിൽ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും സ്റ്റോക്ക് തീരാത്ത ദൈവത്തിൻ്റെ കൃപയുടെ വലിയ സ്റ്റോറേജാണ്. ഞാൻ ചിലപ്പോഴൊക്കെ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ വഴിതെറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ ചിതറിക്കപ്പെടുമ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട്, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഐക്യം കൊണ്ടുവരുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധി കൊണ്ടുവരുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയും, സഭാപിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ കോവണി മറിയമാണ്. ഈശോയെ ഗർഭം ധരിക്കാൻ മറിയം കൊടുത്തൊരു സമ്മതമുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം പറയും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇറക്കുന്ന കോവണി പരിശുദ്ധ സഭയാണ്, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും നമ്മുടെ സമൂഹ ജീവിതങ്ങളെയും ഇടവകളെയും സന്യാസ സമൂഹങ്ങളെയും ഒക്കെ കൂടുതൽ വരദാന ഫലങ്ങളുടെ നിറവിൽ കർത്താവിൻ്റെ ശുശ്രൂഷ തുടരാൻ, കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താൻ നമുക്ക് കഴിയട്ടെ. പന്തക്കുസ്തായിലെ ആത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാരാണ് ആദ്യത്തെ മിഷണറിമാർ. അവരാണ് ആദ്യമായിട്ട് കർത്താവിനെ പ്രസംഗിച്ചത്. ഓരോ പന്തക്കുസ്തായും നമ്മുടെ മേലേൽപ്പിക്കുന്ന വലിയ ഭാരമുണ്ടല്ലോ.
അത് നമ്മൾ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ഭാരമാണ്. വി ആർ ഓൾ മിഷണറീസ്. നിങ്ങളുടെ പ്രൊഫഷൻ തന്നെ ഒരു മിഷൻ വർക്കാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രൊഫഷനെ നമ്മുടെ സാധ്യതയായിട്ട് കാണണം. നിങ്ങൾക്കെല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിലെ നന്മ നേരുമ്പോൾ, വരദാനങ്ങളുടെ നിറവ് നേരുമ്പോൾ ഞാൻ പറയും, പന്തക്കുസ്ത അവസാനിച്ചിട്ടില്ല. നമ്മിലൂടെ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലൂടെ പന്തക്കുസ്ത നമുക്ക് തുടരണം. കർത്താവിൻ്റെ സഭയെ നമ്മൾ പടുത്തുയർത്തണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.